ഹായ് ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു വി സ്കൂൾ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഞാൻ നിങ്ങളുടെ സ്വന്തം പൂജ മിസ്സാണ്. എല്ലാവരും ബോർഡ് എക്സാം ഒക്കെ ആയിട്ട് തിരക്കിലാണെന്ന് മിസ്സിന് അറിയാം. പക്ഷെ ബോർഡ് എക്സാംസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നീറ്റ് എക്സാമിനേഷൻ വരുന്നുണ്ടല്ലേ? അപ്പോൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയോ എല്ലാവരും? ഓക്കെ, കുറച്ച് പേരൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയവരുണ്ടായിരിക്കാം. ഇനി പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ആരെങ്കിലും ഉണ്ടോ? എങ്കിൽ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. കാര്യം ഇനി കുറച്ച് മാസങ്ങൾ കൂടി, അല്ലെങ്കിൽ വളരെ കുറച്ച് ദിവസം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ഓക്കെ, ഇനി അടുത്തെത്തി എക്സാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ കുറച്ചധികം പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കൺസെപ്റ്റ് കംപ്ലീറ്റ് ക്ലിയർ ചെയ്യണം. ഇപ്പോൾ ബോർഡ് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. ഓക്കെ, കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് അറിയാവുന്നവരായിരിക്കും. അപ്പോൾ അതിലുപരി എന്തും കൂടി വേണം, നമ്മുടെ പ്രാക്ടീസും കൂടി വേണം. അപ്പോൾ പ്രാക്ടീസിൽ വൺ ഓഫ് ദ മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ മിസ് ഇന്ന് എന്താ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കെമിസ്ട്രിയിൽ നിന്ന് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ഏതാണെന്ന് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇലക്ട്രോ കെമിസ്ട്രി തന്നെ. ഓക്കെ, എല്ലാവർക്കും അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ട ഒരു ചാപ്റ്റർ അല്ല ഇലക്ട്രോ കെമിസ്ട്രി. ഫിസിക്കൽ കെമിസ്ട്രിയിൽ വരുന്ന ഒരു ചാപ്റ്റർ ആണ്. പക്ഷേ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്കിത് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂടാ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അലോങ് വിത്ത് സം മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും കൂടി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒത്തിരി വലിയ സെഷൻ ഒന്നും അല്ല, വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാരണം ഞാനിപ്പോൾ വലിച്ചു നീട്ടി 2-3 മണിക്കൂർ എടുക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇരുന്ന് കാണില്ല എന്നുള്ളത് മിസ്സിന് ഉറപ്പാ. ഓക്കെ, നിങ്ങൾ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് ഓരോ പാർട്ടായിട്ട് ഇടുവാണെങ്കിൽ നിങ്ങളത് വീണ്ടും വാച്ച് ചെയ്യും. കാര്യം മടുപ്പിക്കാണ്ട്, അല്ലെങ്കിൽ ഒരു മടുപ്പ് തോന്നാണ്ട് നമുക്കത് കാണാനായിട്ട് പറ്റും. അപ്പോൾ മിസ് ഇവിടെ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒരു 10 ക്വസ്റ്റ്യനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ആ 10 ക്വസ്റ്റ്യൻ നിങ്ങൾ ക്ലിയർ ആയിട്ട് ഈ സെഷൻ കണ്ട് പഠിക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത പാർട്ടിൽ പഠിക്കാം. അങ്ങനെ കുറച്ച് നമുക്ക് പഠിക്കാം. ഒറ്റയടിക്ക് ഞാനിപ്പോൾ എല്ലാം കൂടി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളും ആകെ കൺഫ്യൂസ്ഡ് ആവും, നിങ്ങൾക്കൊരു മടുപ്പ് തോന്നും. ഓക്കെ, അത് വേണ്ട. നമ്മളിപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിന്നുള്ള ഒരു 10 ക്വസ്റ്റ്യൻസ് ആദ്യമേ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, പക്ഷേ മിസ് ഒരു കാര്യം പറയുവാണ്, ഈ 10 ക്വസ്റ്റ്യൻസ് മിസ് ഡിസ്കസ് ചെയ്തതിന് ശേഷം നിങ്ങൾ അത് എന്തായാലും പഠിക്കണം കേട്ടോ. കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വിത്തൗട്ട് എനി ഫർദർ ഡിലേ ലെറ്റ് us സ്റ്റാർട്ട് അവർ സെഷൻ. സ്റ്റാർട്ട് ചെയ്യുമല്ലേ, തുടങ്ങുമല്ലേ? ഓടിപ്പോയി ഒരു പേപ്പറും പേനയോ ബുക്കോ എന്താന്ന് വെച്ചാൽ എടുത്തിട്ട് വന്നോ, നമ്മൾ ഇതേ സെഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വെച്ച് തന്നെ, എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിന്ന് എന്താ ഇലക്ട്രോ കെമിസ്ട്രിയിൽ മെയിനായിട്ട് നമ്മൾ പഠിക്കുന്നത്? ഇലക്ട്രോ കെമിസ്ട്രി മര്യാദയ്ക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രോ കെമിസ്ട്രിയുടെ ഒരു ചേട്ടനുണ്ട്, റിഡോക്സ് റിയാക്ഷൻ. +1 നമ്മൾ പഠിക്കുന്നതാ. റിഡോക്സ് റിയാക്ഷനിലെ കുറച്ച് കാര്യങ്ങൾ നമുക്കറിയാമെന്നുണ്ടെങ്കിലേ ഇലക്ട്രോ കെമിസ്ട്രി പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യമേ നമുക്ക് വേണ്ടുന്നത് റിഡോക്സ് റിയാക്ഷനിലെ കുറച്ച് ബേസ് ആണ്. അതുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇലക്ട്രോ കെമിസ്ട്രി പഠിക്കാൻ പറ്റും. പക്ഷെ ഇന്നിപ്പോൾ നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട. ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ സോൾവ് ചെയ്യണം, അതിൻ്റെ ബേസിക് കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് മിസ് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ ആണല്ലോ? അതുകൊണ്ട് ആരും പേടിക്കുകയും വിഷമിക്കുകയൊന്നും വേണ്ട. അയ്യോ എനിക്ക് ആ ബേസ് ഇല്ലല്ലോ എന്നോർത്ത് വിഷമിക്കുകയൊന്നും വേണ്ട. മിസ് ഇന്ന് ക്ലിയർ ആയിട്ട് എന്തായാലും ഈ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസിൻ്റെ കോൺസെപ്റ്റ് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇനി കഥയൊന്നും വേണ്ട, നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്തു തുടങ്ങാം അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ദ സെൽ റിയാക്ഷൻ. ഒരു സെൽ റിയാക്ഷൻ തന്നിട്ടുണ്ട്. Cu+2Ag plus giving Cu2++ Ag is best represented by and ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ആണല്ലോ. ഇതിൽ സെൽ റെപ്രസെൻറ്റേഷൻ, ഈ ഇക്വേഷൻ്റെ, ഈ റിയാക്ഷൻ്റെ സെൽ റെപ്രസെൻറ്റേഷൻ എന്താണെന്നാണ് നമ്മൾ ആൻസർ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രി പഠിക്കുമ്പോൾ നമ്മൾ അതിൽ ഗാൽവാനിക് സെല്ലിനെ പറ്റിയൊക്കെ പഠിക്കുന്നുണ്ട്, ഇലക്ട്രോ കെമിക്കൽ സെൽസിനെ പറ്റി പഠിക്കുന്നുണ്ട്. സെൽസിനെ പറ്റി പഠിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സെൽ റെപ്രസെൻറ്റേഷൻ. എങ്ങനെയാണ് ആ സെല്ല് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? സിമ്പിളാണ്, മിസ് ഇതേ പറഞ്ഞുതരാം. സെല്ലിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ലെഫ്റ്റ് സൈഡിൽ ആനോഡ് എഴുതും. ഓക്കെ, എന്നിട്ട് നമ്മൾ 2 വര വരയ്ക്കും. എന്താ 2 വര?
സോൾട്ട് ബ്രിഡ്ജ് ആണ്. നമ്മൾ യൂസ് ചെയ്യുന്ന സെല്ലിൽ യൂസ് ചെയ്യുന്ന സോൾട്ട് ബ്രിഡ്ജ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ 2 വര വെച്ചിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്തിനാ സോൾട്ട് ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ ഒക്കെ ഇല്ലാണ്ടാക്കാനായിട്ടാണ് നമ്മൾ ഈ സോൾട്ട് ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്. എന്നിട്ടപ്പോൾ ആനോഡ് എഴുതി, സോൾട്ട് ബ്രിഡ്ജ് കാണിച്ചു. ഇനി ആരെ കൂടി നമ്മൾ എഴുതണം? കാഥോഡ്. ഓക്കെ, ഇങ്ങനെയാണ് ജനറലി ഒരു സെല്ലിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ആനോഡ് ലെഫ്റ്റ് സൈഡിലും കാഥോഡ് റൈറ്റ് സൈഡിലും. ഓക്കെ, അപ്പോൾ ആരാ ആനോഡ്, അല്ലെങ്കിൽ എന്ത് റിയാക്ഷനാ ആനോഡിൽ നടക്കുന്നത്, എന്ത് റിയാക്ഷനാ കാഥോഡിൽ നടക്കുന്നത്, ഇത് നമുക്കറിയണ്ടേ. അപ്പോൾ മിസ് പറയാൻ പോവാണ്, ആനോഡില് എപ്പോഴും എന്താ നടക്കുക? ഓക്സിഡേഷൻ ആണ് ആനോഡിൽ നടക്കുക. അതേസമയം കാഥോഡിലാണെങ്കിലോ നേരെ ഓപ്പോസിറ്റ് റിഡക്ഷൻ ആണ് എപ്പോഴും നടക്കുക. ആനോഡിൽ ഓക്സിഡേഷനും കാഥോഡിൽ റിഡക്ഷനും. എങ്ങനെ ഓർത്തിരിക്കാം? മിസ് ഒരു സൂത്രം പറഞ്ഞു തരട്ടെ. ഇത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്, ഒരു കാള ആൻ ഓക്സ്, ഒരു കാളേനെ ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്? ആനോക്സ്. ചുവന്ന പൂച്ച ഇംഗ്ലീഷിൽ എന്ത് പറയും? റെഡ് ക്യാറ്റ്. ഓക്കെ, നമുക്ക് ഇംഗ്ലീഷ് പറയുന്നത് മതിയെ, തൽക്കാലം നമുക്ക് മലയാളം ഒന്ന് മാറ്റി വെക്കാം. ആനോക്സും റെഡ് ക്യാറ്റും. ആനോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനോഡിൽ ഓക്സിഡേഷൻ, ആൻ ഓക്സ് ഒരു കാള, ആനോക്സ് ആനോഡിൽ ഓക്സിഡേഷൻ. റെഡ് ക്യാറ്റ് ചുവന്ന പൂച്ച, റിഡക്ഷൻ കാഥോഡിൽ, റിഡക്ഷന് കാഥോഡ്. മറന്നു പോവോ? ഇനി ഈ കോഡ് മറന്നു പോവരുതേ. ആൻ ഓക്സും റെഡ് ക്യാറ്റും ഇത് ബേസ് ആണ്, ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. ആനോഡിൽ എപ്പോഴും ഓക്സിഡേഷനും കാഥോഡിൽ റിഡക്ഷനും ആണ് നടക്കുക. അപ്പൊ നമുക്ക് ഈ സെൽ റിയാക്ഷനിൽ നിന്ന് കണ്ടുപിടിക്കണം ഏതിനാണ് ഓക്സിഡേഷൻ, ഏതിനാണ് റിഡക്ഷൻ നടന്നത് എന്ന് കണ്ടുപിടിക്കണം അല്ലെ. ഓക്സിഡേഷൻ ഏതിനാ, റിഡക്ഷൻ ഏതിനാന്ന് എങ്ങനെ കണ്ടുപിടിക്കും? ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കിയിട്ട് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ് അത്? ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടിക്കഴിഞ്ഞാൽ അത് ഓക്സിഡേഷൻ, ഓക്സിഡേഷൻ സ്റ്റേറ്റ് കുറഞ്ഞാലോ അത് റിഡക്ഷൻ. സിമ്പിൾ അല്ലേ? ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടിയാൽ ഓക്സിഡേഷൻ, ഓക്സിഡേഷൻ സ്റ്റേറ്റ് കുറയുവാണെങ്കിൽ അത് റിഡക്ഷൻ. ഇവിടെ നോക്കിക്കേ, കോപ്പറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ്. ഈ 0 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയായിട്ട് മാറി? +2 ആയിട്ട് മാറി. 0 +2 ആയി, കൂടുവാണ് ചെയ്തത്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടി. അപ്പോൾ കോപ്പറിന് എന്താ നടക്കുക? ഓക്സിഡേഷൻ ആണ് നടക്കുക. നമുക്ക് എഴുതി നോക്കാം. കോപ്പർ, സോളിഡ് ആയിട്ടുള്ള കോപ്പർ നമ്മൾ എടുക്കുന്നു. ആ കോപ്പറിന് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ ലോസ് ചെയ്യുവാണ്. അത് Cu+2 ആയി, സൊല്യൂഷനിലേക്ക് വന്നു. പ്ലസ് എത്ര ഇലക്ട്രോണിനെ ലോസ് ചെയ്തു? 2 ഇലക്ട്രോണിനെ ഇവിടെ ലോസ് ചെയ്തു. അപ്പൊ ഇതാണ് നമ്മുടെ ഓക്സിഡേഷൻ റിയാക്ഷൻ. ഈ ഓക്സിഡേഷൻ റിയാക്ഷൻ നടക്കുന്നത് എവിടെയാണ്? ആനോഡിലാണ് ഓക്സിഡേഷൻ റിയാക്ഷൻ നടക്കുന്നത്. ഓക്കെ, ബാക്കി കാര്യങ്ങളൊക്കെ മിസ് ഒന്ന് ഇറൈസ് ചെയ്യട്ടെ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. നമുക്ക് ഇനി ഇത് മാത്രം മതി. അപ്പോൾ സെല്ലിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ആനോഡ്, സോൾട്ട് ബ്രിഡ്ജ്, കാഥോഡ് എന്ന രീതിയിലാണ്. അപ്പൊ ആനോഡിൽ നടക്കുന്ന ഓക്സിഡേഷൻ റിയാക്ഷൻ ദേ നമ്മൾ എഴുതി. ഇനി കാഥോഡിൽ നടക്കുന്ന റിഡക്ഷൻ റിയാക്ഷൻ, കോപ്പർ അല്ലാണ്ട് വേറെ ആരാ ഇവിടെയുള്ള? സിൽവർ ആണുള്ളത്. സിൽവർ നോക്കിക്കേ, +1 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിന്ന് 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് പോയി. +1ൽ നിന്ന് 0യിലേക്ക് പോയി, കുറഞ്ഞു. ഓക്സിഡേഷൻ സ്റ്റേറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ? റിഡക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് റിയാക്ഷൻ എഴുതാം. 2Ag+ എന്ത് ചെയ്യുന്നു? അക്വസ് ആണ് Ag+, 2 ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തിട്ട് 2Ag സോളിഡ് ആയിട്ട് മാറുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ റിഡക്ഷൻ റിയാക്ഷൻ. ഇനി നമുക്ക് സെല്ലിന്റെ റെപ്രസെന്റേഷൻ എഴുതാലോ. ആനോഡിൽ എന്ത് ചെയ്യുന്നു? Cu+2 ആവുന്നു. അപ്പോൾ Cu സോളിഡ് ആയിരുന്നു. ബാർ അതെന്തായിട്ട് മാറുന്നു? Cu+2 ആയിട്ട് മാറുന്നു. സൊല്യൂഷനിലേക്ക് വരുന്നു. അക്വസ്. ഓക്കെ, നമ്മൾ ആനോഡ് എഴുതി കഴിഞ്ഞു. ആനോഡ് എഴുതി കഴിഞ്ഞാൽ നമ്മൾ സോൾട്ട് ബ്രിഡ്ജിനെ റെപ്രസെന്റ് ചെയ്യണം. അതിനുശേഷം എന്തെഴുതുക? കാഥോഡിൽ എന്താ നടക്കുന്നതെന്ന് എഴുതുക. Ag+2 വേണ്ട കേട്ടോ. Ag+ അക്വസ് എന്തായിട്ട് മാറുന്നു? Ag സോളിഡ് ആയിട്ട് മാറുന്നു. ഇങ്ങനെയാണ് ഈ സെൽ റിയാക്ഷന്റെ സെൽ റെപ്രസെന്റേഷൻ നമുക്ക് എഴുതാൻ പറ്റുന്നത്. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ എഴുതാം. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. മനസ്സിലായില്ലേ? സെൽ റെപ്രസെന്റേഷൻ എഴുതാൻ മനസ്സിലായില്ലേ? ഇതുപോലെ സെൽ റെപ്രസെന്റേഷൻ തന്നിരുന്നാൽ സെൽ റിയാക്ഷൻ എഴുതാനും നിങ്ങൾ പഠിക്കണം. എങ്ങനെയാന്നുള്ള മിസ് പറഞ്ഞുതരാം. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഒരു സെൽ റിയാക്ഷൻ തന്നിരുന്നാൽ ഇങ്ങനെയാണ് നമ്മൾ സെല്ലിനെ റെപ്രസെന്റ് ചെയ്യുന്നത്.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ ഓഫ് ദ ഫോളോയിങ് സെൽ. ഒരു സെല്ലിന്റെ എന്താണ് സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്. ഓക്കെ, എന്ത് കണ്ടുപിടിക്കണം? അപ്പോൾ സെല്ല് ഇതാണ് Zn ബാർ Zn2 പ്ലസ് Fe2 പ്ലസ് ബാർ Fe. അത് എത്രയാണ്? 0.32 വോൾട്ട് ആണെന്ന് തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി ചേഞ്ച്. സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി എന്ന് പറയുമ്പോൾ അതെന്താ? അത് ഡെൽറ്റ G0 ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, ഈ ഒരു റിയാക്ഷന്റെ ഡെൽറ്റ G0 കണ്ടുപിടിക്കണം. എന്തോ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. എന്താ അത്? 1 ഫാരഡേ എന്ന് പറയുന്നത് എത്രയായിട്ട് എടുക്കണം? 96487 കൂളോംബ് ആയിട്ട് എടുക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഫാരഡേയും ഡെൽറ്റ G0യും പിന്നെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ ഒക്കെ വരുന്ന നമ്മുടെ ഇക്വേഷൻ ഏതാണ്? മറന്നു പോകരുത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്, എല്ലാവരും എഴുതിയെടുക്കണേ. ഡെൽറ്റ G0 ഈക്വൽ ടു മൈനസ് NFE0. E0 സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 0.32 ആണ്. എഫും തന്നിട്ടുണ്ട്. പിന്നെ എന്താ നമ്മൾ അറിയേണ്ടത്? N എന്ന് പറയുന്നത് ഈ റിയാക്ഷൻ നടക്കുമ്പോൾ എത്ര ഇലക്ട്രോൺസ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ റിയാക്ഷനിൽ ട്രാൻസ്ഫർ ചെയ്യുന്നത്. എളുപ്പമാണ് കണ്ടുപിടിക്കാൻ. നോക്കിക്കേ, Zn2 പ്ലസ് ആകുന്നു. Zn2 ആവണമെന്നുണ്ടെങ്കിൽ 2 ഇലക്ട്രോണിനെ ലോസ് ചെയ്യണം. Fe2 പ്ലസ് Fe ആവണം. എത്ര ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്താലേ Fe2 പ്ലസ് Fe ആവുള്ളൂ? 2 ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്താലേ ആവുള്ളൂ. അപ്പോൾ Feക്ക് വേണ്ടുന്ന ഈ 2 ഇലക്ട്രോണിനെ ആരാ കൊടുക്കുന്നത്? സിങ്ക് കൊടുക്കുന്നു. ഓക്കെ ആണോ? അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ് എത്രയാണ്? 2 ആണ്. ഓക്കെ, മനസ്സിലായോ? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കാൻ ആ ഒരു ടോട്ടൽ സെൽ റിയാക്ഷനിൽ എത്ര ഇലക്ട്രോൺസ് ആണ് ട്രാൻസ്ഫർ ചെയ്തത്, നമ്പർ ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫേർഡ്, അതാണ് N എന്ന് പറയുന്നത്. ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. കണ്ടോ, ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. 2024 ചോദിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇക്വേഷൻ അറിയാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ വഴി തന്നെ നമുക്ക് ആൻസർ കിട്ടും. സിമ്പിൾ അല്ലേ? ഓക്കെ, അപ്പോൾ ഡെൽറ്റ G0 എന്ന് പറയുന്നത് എത്ര വരും? ഡെൽറ്റ G0 ഇസ് ഈക്വൽ ടു -2 × 96487. ഇനി അഥവാ ക്വസ്റ്റ്യനിൽ ഫാരഡേസ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് 96487 ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ അതിട്ട് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ 96500 ഇട്ടിട്ട് ചെയ്താലും ആൻസർ ഏകദേശം കറക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ 96487 × E0 എത്രയാ? 0.32 ആണ്. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. എത്ര ആൻസർ വരുന്നത്? -61.75 കിലോ ജൂൾ ആണ് നമുക്ക് ആൻസർ വരിക. നമുക്ക് ആൻസർ ശരിക്കും പറഞ്ഞാൽ കിട്ടുന്നത് ജൂൾ പെർ മോളിലാണ് കിട്ടുക. ആ ജൂൾ പെർ മോളിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമ്മൾ കിലോ ജൂൾ പെർ മോളിലേക്ക് ആക്കണം. കണ്ടോ, ഇവിടെ ഡെൽറ്റ G0 നമുക്ക് കിട്ടുന്നത് -61,751.68 ജൂൾ പെർ മോൾ ആണ്. അതിനെ ഇവിടെ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് കിലോ ജൂളിലാണ്. അപ്പോൾ ജസ്റ്റ് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതിനെ ജൂളിലേക്ക് കിലോ ജൂൾ പെർ മോളിലേക്ക് ആക്കുക, നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ എ ഈസ് ദ ആൻസർ, -61.75 കിലോ ജൂൾ പെർ മോൾ. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ സെല്ലിനെ റെപ്രസെന്റ് ചെയ്യാൻ പഠിച്ചു. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചു. എന്താ അത്? സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജിയും സെൽ പൊട്ടൻഷ്യലുമായിട്ടുള്ള റിലേഷൻ. ഡെൽറ്റ G0 ഇസ് ഈക്വൽ ടു -NFE0. ഓക്കെ ആണോ? അടുത്തത് നോക്കാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. 2024 നീറ്റ് എക്സാമിന് ചോദിച്ച അതേ ക്വസ്റ്റ്യൻ. ഓക്കെ, mass in grams of copper deposited by passing 9.6487 ampere current through a voltmeter containing copper sulfate solution for 100 seconds is given. Molar mass of copper 63 gram per mole, 1 Faraday, 96487 coulomb. Okay, ഇവിടെ ഇത് ഏത് പോർഷനിലാണ് ഇലക്ട്രോ കെമിസ്ട്രിയിൽ വരിക? ഈ ഒരു കാര്യം പറയുന്നത്, അതായത് കോപ്പറിന്റെ എത്ര എമൗണ്ട് കോപ്പർ ആണ് ഡെപ്പോസിറ്റ് ആയിരിക്കുന്നത് എപ്പോ? ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റി ഓഫ് കറണ്ട് നമ്മൾ പാസ് ചെയ്തപ്പോൾ. ഈ റിലേഷൻ പറയുന്ന ലോ ഏതാണ്? ഇറ്റ് ഈസ് ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്. ഓർമ്മയുണ്ടോ? ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്. അവിടെ എന്താ പറയുന്നത്? നമ്മുടെ എമൗണ്ട് ഓഫ് ദ മെറ്റൽ ഡെപ്പോസിറ്റഡ് അല്ലെങ്കിൽ ലിബറേറ്റഡ് എന്ന് പറയുന്നത് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? ആ ഇലക്ട്രോഡിൽ കൂടി പാസ് ചെയ്തു പോകുന്ന കറണ്ടിന്റെ ക്വാണ്ടിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആണ് എന്നാണ് ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് പറയുന്നത്. ഓക്കെ, അറിഞ്ഞുകൂടാത്തവർ എഴുതിയെടുക്കണം. ദ എമൗണ്ട് ഓഫ് കെമിക്കൽ റിയാക്ഷൻ
which occurs at any electrode during electrolysis. amount of chemical reaction എന്ന് പറയുന്നത് തന്നെയാണ് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യപ്പെടുന്ന എലമെന്റിന്റെ കാര്യം. ഓക്കെ, അപ്പോൾ ഇവിടെ amount of chemical reaction which occurs at any electrode during electrolysis by a current, it is proportional to the quantity of electricity passed through the electrolyte. എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? അതിൽ കൂടി ആ ഇലക്ട്രോലൈറ്റിൽ കൂടി പാസ് ചെയ്ത് പോകുന്ന, മിസ് നേരത്തെ ഇലക്ട്രോഡ് എന്നാണോ പറഞ്ഞത്? മിസ്റ്റേക്ക് ആണേ, നേരത്തെ ഇലക്ട്രോഡ് എന്നാണ് പറഞ്ഞെങ്കിൽ സോറി, ഇലക്ട്രോലൈറ്റിൽ കൂടി പാസ് ചെയ്ത് പോകുന്ന എന്താണ് കറണ്ടിന്റെ ക്വാണ്ടിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇക്വേഷൻ എങ്ങനെ വരും? W ഇസ് ഈക്വൽ ടു, ഇക്വേഷൻ ആണ് നിങ്ങൾ മറക്കാതെ ഓർത്ത് വെക്കേണ്ടത്. W ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ M എന്ന് നമുക്ക് യൂസ് ചെയ്യാം. എമൗണ്ട് ആണ് കാണിക്കുന്നത് W അല്ലെങ്കിൽ M, Z ഇൻറ്റു I ഇൻറ്റു T എന്ന് വരും. I എന്ന് പറയുന്ന കറണ്ട്, T എന്ന് പറയുന്ന ടൈം ആണ്. എങ്കിൽ ഇസഡ് എന്താ? ഇസഡ് എന്ന് പറയുന്നത് അവിടുത്തെ ഇലക്ട്രോ കെമിക്കൽ ഈക്വലന്റ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഇലക്ട്രോ കെമിക്കൽ ഈക്വലന്റ് ഓഫ് സബ്സ്റ്റൻസ്. ഈ ഇലക്ട്രോ കെമിക്കൽ ഇക്വലന്റ് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ E/F ആണ് എടുക്കുന്നത്. Z ഈസ് ഈക്വൽ ടു E/F. E എന്ന് പറയുന്നത് ഇക്വലന്റ് വെയിറ്റ് ഓഫ് മെറ്റൽ, മെറ്റലിന്റെ ഇക്വലന്റ് വെയിറ്റ്. ഓക്കെ, മെറ്റലിന്റെ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ എൻ്റെ വാലൻസി ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഇക്വലന്റ് വെയിറ്റ് കിട്ടും. ആൻഡ് എഫ് എന്ന് പറയുന്നത് എന്താണ്? ഫാരഡേ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ നോക്കിക്കേ, ഇവിടെ ഇസഡിന് പകരം മിസ് E/F എന്ന് കൊടുക്കുവാണേ. അപ്പോൾ W ഇസ് ഈക്വൽ ടു E ഇൻറ്റു I ഇൻറ്റു T/F എന്ന് വരും. ഇക്ക് പകരം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇതെന്താ? E എന്ന് പറയുന്നത് മാസ് ബൈ വാലൻസി ആണ്, അല്ലെങ്കിൽ മാസ് ബൈ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ്. ഒക്കെ ഏതായാലും കറക്റ്റ് ആണ്. അപ്പോൾ M ഇൻറ്റു I ഇൻറ്റു T ഡിവൈഡഡ് ബൈ N ഇൻറ്റു F എന്ന് വരും. N ഇവിടെ എത്രയാ? കോപ്പർ സൾഫേറ്റ് ആണ്. കോപ്പർ സൾഫേറ്റിലെ കോപ്പറിന്റെ വാലൻസി Cu2+ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് 2. N എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. മാസ് എത്രയാ? ഇവിടെ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. മാസ് എത്രയാ? ദേ ഇവിടെ ഉണ്ട് 63 മോളാർ മാസ് എന്ന് പറയുന്നത് 63. അപ്പോൾ 63 ഇൻറ്റു കറണ്ട് എത്രയാ ഇവിടെ തന്നിരിക്കുന്നത്? 9.6487 ഇൻറ്റു T എത്രയാണ്? 100 സെക്കൻഡ് ഡിവൈഡഡ് ബൈ N എന്ന് പറയുന്നത് 2 ആണ് ഇൻറ്റു 96487. ഈ 96487ഉം 9.6487ഉം കൂടി ക്യാൻസൽ ചെയ്ത് നമുക്കിവിടെ ഒരു 10,000 വരും. ഈ 10,000ന്റെ 0 2 0, 100ന്റെ 0 നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് 63 ഡിവൈഡഡ് ബൈ 200 എന്ന് കിട്ടും. ആൻസർ എത്ര വരും? നമുക്ക് 3.15 ഗ്രാം ആണ് ആൻസർ വരിക. ഓക്കെ, സോറി 0.315 ഗ്രാം ആണ്. 0.315 ആണ് ആൻസർ വരുന്നത്. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 3.15 അല്ലേ? മിസ്സിന് കാൽക്കുലേഷൻ മിസ്റ്റേക്ക് പറ്റിയതാണ്. ഇറ്റ് ഈസ് 0.315 ഗ്രാം ആണ് എന്ത് വരുന്നത്? നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടെ ദേ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഈ ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്യണം. W ഇസ് ഈക്വൽ ടു M ഇൻറ്റു I ഇൻറ്റു T ഡിവൈഡഡ് ബൈ N ഇൻറ്റു F ആണ് നമ്മുടെ ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് വെച്ചിട്ട് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? ഇപ്പോൾ ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് പഠിച്ചു. എന്താ ഫസ്റ്റ് ലോ പറയുന്നത്? amount of chemical reaction. ഓക്കെ, അത് ഒക്കർ ചെയ്യുന്ന റേറ്റ് അല്ലെങ്കിൽ അത് ഒക്കർ ചെയ്യുന്നത് എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ക്വാണ്ടിറ്റി ഓഫ് കറണ്ട് ഓർ ഇലക്ട്രിസിറ്റി പാസിംഗ് ത്രൂ ദ ഇലക്ട്രോലൈറ്റ്. ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 4th ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു സെൽ റെപ്രസെൻറ്റേഷൻ തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോപ്പർ റെഡ്യൂസിങ് ഏജന്റ് ആണ്. ഓവറോൾ സെൽ റിയാക്ഷൻ തന്നിട്ടുണ്ട്. കോപ്പർ ഈസ് കാഥോഡ്, സിൽവർ ഈസ് ആനോഡ്. അപ്പൊ നമുക്ക് നോക്കാം. സെൽ റെപ്രസെൻറ്റേഷൻ ആണ് തന്നിട്ടുള്ളത്. ഇതിൽ ഏതാ ആനോഡ്, ഏതാ കാഥോഡ്? നേരത്തെ പറഞ്ഞു, നമ്മൾ ലെഫ്റ്റിൽ എഴുതുന്നതാണ് ആനോഡ്, റൈറ്റിൽ എഴുതുന്നതാണ് കാഥോഡ്. അപ്പോൾ കോപ്പർ എന്ന് പറയുന്നത് ആനോഡും സിൽവർ എന്താ കാഥോഡുമാണ്. ഇവിടെ അത് കറക്റ്റ് ആണോ പറഞ്ഞിരിക്കുന്നത്? അല്ല. അപ്പോൾ ഈ 2 ഓപ്ഷൻ നമുക്ക് ആദ്യം തന്നെ ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, അപ്പം നമ്മൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ വായിച്ച് നോക്കിയിട്ട് ശരിയല്ലാത്തത് ആദ്യമേ നമ്മൾ കളയണം, എന്നിട്ട് ബാക്കി നമ്മൾ ചെക്ക് ചെയ്യണം. ഇനി എന്താ, നമ്മൾ ഓവറോൾ ആയിട്ടുള്ള സെൽ റിയാക്ഷൻ, ഓക്കെ, ഓവറോൾ ആയിട്ടുള്ള സെൽ റിയാക്ഷൻ ഈ ഒരു സെൽ റെപ്രസെൻറ്റേഷനിൽ നിന്ന് എഴുതണം. എഴുതാൻ നമുക്ക് സിമ്പിളാണ്. ആനോഡിൽ എന്താ നടക്കുക? Cu2+ ആവുന്നു. അപ്പോൾ Cu സോളിഡ് എന്തായിട്ട് മാറുന്നു? Cu2+.
ആയി അക്വസ് സൊല്യൂഷനിലേക്ക് വരുന്നു, 2 ഇലക്ട്രോണിനെ ലോസ് ചെയ്യുന്നു. ഇതാണ് ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ ആണല്ലോ. ഇനി കാഥോഡിൽ, ഇത് ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ. ഇനി കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്താ? Ag പ്ലസ് അക്വസ് എന്ത് ചെയ്യുന്നു? ഒരു ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തിട്ട് അത് എന്തായിട്ട് മാറുന്നു? Ag സോളിഡ് ആയിട്ട് മാറുന്നു. ഓവറോൾ റിയാക്ഷൻ എഴുതണമെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈക്വൽ ആയിരിക്കണം. അതായത് കോപ്പർ ലോസ് ചെയ്യുന്ന നമ്പർ ഓഫ് ഇലക്ട്രോണും സിൽവർ ഗെയിൻ ചെയ്യുന്ന നമ്പർ ഓഫ് ഇലക്ട്രോണും ഈക്വൽ ആയിരിക്കണം. ഇവിടെ ഈക്വൽ ആണോ? അല്ല. സിൽവർ 1 ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്നു, അതേസമയം കോപ്പർ 2 ഇലക്ട്രോണിനെ ലോസ് ചെയ്യുന്നു എന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഓവറോൾ റിയാക്ഷൻ എഴുതുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈക്വൽ ആക്കണം. എന്ത് ചെയ്യും? 1നെ എങ്ങനെ 2 ആക്കും? നമ്മൾ ഈ ഒരു റിയാക്ഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സിമ്പിൾ. അപ്പൊ എന്തായി? സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആയി. അപ്പൊ നമുക്ക് ഓവറോൾ റിയാക്ഷൻ എഴുതാം. എങ്ങനെ എഴുതാം? Cu സോളിഡ് Ag പ്ലസ് 2Ag പ്ലസ് അക്വസുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. എന്ത് കിട്ടുന്നു നമുക്കവിടെ? Cu2 പ്ലസ് അക്വസും 2Agയും. ഓക്കെ, ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 2 ഇലക്ട്രോൺ ആവും, ഇതും ക്യാൻസൽ ചെയ്തു പോകും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ ഓവറോൾ റിയാക്ഷൻ എന്ന് പറയുന്നത് Cu സോളിഡ് ആണോ എന്ന് നോക്കിക്കേ. സെക്കൻഡ് ഓപ്ഷൻ കറക്റ്റ് ആണോ എന്ന് നോക്കിക്കേ. Cu സോളിഡ് 2Ag പ്ലസ് അക്വസ് ഗിവിങ് Cu2 പ്ലസ് അക്വസ് പ്ലസ് 2Ag ആണ്. അപ്പോൾ സെക്കൻഡ് വൺ കറക്റ്റ് ആണ്. ഇനി ഫസ്റ്റ് വൺ എന്താ? കോപ്പർ ഈസ് റെഡ്യൂസിങ് ഏജന്റ്. കോപ്പർ എന്താടാ ഇവിടുത്തെ? ആനോഡാണ്. കോപ്പറിന് എന്താ നടക്കുന്നത്? ഓക്സിഡേഷൻ ആണ് നടക്കുന്നത്. ഓക്സിഡേഷൻ നടക്കുന്ന ആളെ നമ്മൾ എന്താ വിളിക്കുന്നത്? റെഡ്യൂസിങ് ഏജന്റ് എന്ന്. അപ്പോൾ കോപ്പർ എന്താണ്? റെഡ്യൂസിങ് ഏജന്റ് ആണ്. കറക്റ്റ് ആൻസർ ഏതാ? ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ ആണല്ലോ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹിയർ കംസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. E0 വാല്യൂസ് തന്നിട്ടുണ്ട്. നീ 2023 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Al പ്ലസ് ബാർ Al തന്നിട്ടുണ്ട്, Tl പ്ലസ് ബാർ Tl തന്നിട്ടുണ്ട്, Al 3 പ്ലസ് ബാർ Al തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ Tl 3 പ്ലസ് ബാർ Tl തന്നിട്ടുണ്ട്. ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കണം. ഇതിൽ പറയുന്നത് എന്താ? Al ഈസ് മോർ ഇലക്ട്രോപോസിറ്റീവ് ദാൻ Tl. താലിയത്തിനേക്കാളും ഇലക്ട്രോപോസിറ്റീവ് ആണ് അലൂമിനിയം. ഇതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ഇതിന് നമ്മളൊരു കാര്യം അറിയണം, ഒരു റിലേഷൻ അറിയണം. അതായത് മിസ്സിന് എഴുതാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, എല്ലാവരും നോട്ട് ചെയ്യണം. സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ നമ്മൾ റിഡക്ഷൻ പൊട്ടൻഷ്യൽ പഠിക്കുന്നല്ലോ. സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലാണെങ്കിൽ, അതായത് അതൊരു ഹയർ വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ, അതിൻ്റെ അർത്ഥം ആ സബ്സ്റ്റൻസ് എന്ത് നടക്കാനാണ് ചാൻസ് കൂടുതൽ? അതിന് റിഡക്ഷൻ നടക്കാനാണ് ചാൻസ് കൂടുതൽ. ഓക്കെ, അങ്ങനെ റിഡക്ഷൻ നടക്കാനാണ് ചാൻസ് കൂടുതലെങ്കിൽ അതൊരു സ്ട്രോങ് ആയിട്ടുള്ള എന്ത് ഏജന്റ് ആയിരിക്കും? ഓക്സിഡൈസിങ് ഏജന്റ് ആയിരിക്കും. അങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ആണെങ്കിൽ അതിൻ്റെ ഓക്സിഡൈസിങ് പവറും കൂടുതലായിരിക്കും. ഇതിനി മറന്നു പോകാനേ പാടില്ല. ഈ ഒരു റിലേഷൻ എപ്പോഴും ഓർത്തിരിക്കണം. സ്റ്റാൻഡേർഡ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ വെച്ചിട്ടാണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് വരും. ഓക്കെ, അപ്പോൾ SRP വാല്യൂ നല്ല പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ സബ്സ്റ്റൻസിന് പെട്ടെന്ന് റിഡക്ഷൻ നടക്കും, അതൊരു നല്ല ഓക്സിഡൈസിങ് ഏജന്റ് ആണ്, അതിൻ്റെ ഓക്സിഡൈസിങ് പവർ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് Al ഈസ് മോർ ഇലക്ട്രോപോസിറ്റീവ് ദാൻ Tl എന്നാണ് പറയുന്നത്. ശരിയാണോ തെറ്റാണോ? ഇവിടെ ഇത് ശരിയാണ്. കാരണം എന്താ? ഈ വാല്യൂസ് നോക്കിക്കേ. Alന് കിട്ടുന്ന വാല്യൂ -1.66ഉം Tl3 പ്ലസ് Tl ആവുന്നത് ഇറ്റ് ഈസ് എ പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നത്. ഓക്കെ, Al പ്ലസിനേക്കാളും Al3 പ്ലസ് എന്ന് പറയുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് അലുമിനിയം കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ Al3 പ്ലസ് ബാർ Al എന്ന എന്താണ് ആ റിയാക്ഷന്റെ SRP വാല്യൂ നമുക്ക് നെഗറ്റീവ് ആണ് കിട്ടുന്നത്. നെഗറ്റീവ് ആണ്. ഇവിടെ മിസ് പറഞ്ഞു SRP പോസിറ്റീവ് ആണെങ്കിൽ റിഡക്ഷൻ. അപ്പോൾ SRP നെഗറ്റീവ് ആണെങ്കിൽ അവിടെ എന്താ നടക്കുക? ഓക്സിഡേഷൻ ആണ് നടക്കുക. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതൊരു നല്ല റെഡ്യൂസിങ് ഏജന്റ് ആയിരിക്കില്ലേ? അതായത് അത് പെട്ടെന്ന് ഇലക്ട്രോണിനെ ലോസ് ചെയ്യുന്ന ആളായിരിക്കും, ഇലക്ട്രോ പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണല്ലോ. അലുമിനിയം എന്ന് പറയുന്നത് മോർ ഇലക്ട്രോ പോസിറ്റീവ് ആണ്. ഇറ്റ് ഈസ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, മോർ നെഗറ്റീവ് ആയിട്ടുള്ള E0 ആണെന്നുണ്ടെങ്കിൽ അതൊരു സ്ട്രോങ്ങർ റെഡ്യൂസിങ് ഏജന്റ് ആയിരിക്കും, മോർ ഇലക്ട്രോ പോസിറ്റീവ് ആയിരിക്കും. ഇനി
മോർ പോസിറ്റീവ് ആയിട്ടുള്ള E0 ആണ് നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അതൊരു സ്ട്രോങ് ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജന്റ് ആയിരിക്കും. ഇനി Al+ എന്ന് പറയുന്നത് സൊല്യൂഷനിൽ അൺസ്റ്റേബിൾ ആണ്. നമുക്കറിയാം Al+ ജനറലി അത് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് Al3+ ആണ്. Al+ അൺസ്റ്റേബിൾ തന്നെയാണ്. അതും എന്താ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി 2 സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ ഉള്ളത്. അത് താലിയത്തിനെ പറ്റിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. Tl can easily be oxidized to Tl+ than Tl3+. താലിയത്തിന്റെ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കൂടുതൽ പെട്ടെന്ന് ഓക്സിഡൈസേഷൻ നടന്നിട്ട് കിട്ടുന്നത്. അത് പറയാനായിട്ട് നമുക്കിവിടെ P ബ്ലോക്കിൽ നമ്മൾ പഠിക്കുന്ന ഇനേർട്ട് പെയർ എഫക്റ്റ് വെച്ചിട്ട് പറയാം. ഇനേർട്ട് പെയർ എഫക്റ്റ് ആണ് ഇവിടെ വരിക. ഇനേർട്ട് പെയർ എഫക്റ്റ് വരുമ്പോൾ നമുക്ക് അറിയാം ടിഎല്ലിന്റെ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കൂടുതൽ സ്റ്റേബിൾ. കാര്യം ഹെവി ആയിട്ടുള്ള P ബ്ലോക്ക് എലമെന്റ്സിന്റെ കേസിൽ പിയിൽ നിന്ന് ഇലക്ട്രോൺസിനെ അവർ വിട്ടുകൊടുക്കില്ല. അവർക്ക് വിട്ടുകൊടുക്കാൻ വലിയ താല്പര്യമില്ല. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുന്നു, SL നിന്ന് മാത്രമാണ് ഇലക്ട്രോൺസ് പോകുന്നത്. അപ്പോൾ താലിയത്തിന്റെ കേസിൽ Tl+1 എന്ന് പറയുമ്പോൾ എസിലുള്ള ഇലക്ട്രോൺ പോവുകയാണ് ചെയ്യുന്നത്. അത് കുറച്ചുകൂടി സ്റ്റേബിൾ ആണ്. പക്ഷെ 3+ ആവുമ്പോൾ പിയിൽ നിന്നുകൂടിയുള്ള ഇലക്ട്രോൺസ് പോകുന്നുണ്ട്. അത് അത്രയ്ക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ഒന്നല്ല. അപ്പൊ ഇനേർട്ട് പെയർ എഫക്റ്റ് കാരണമാണ് എന്താണ് ടിഎല്ലിനെ നമുക്ക് പെട്ടെന്ന് Tl+1 ആക്കി മാറ്റാൻ പറ്റുന്നത്. ഓക്കെ ആണോ? അപ്പൊ ഇതും എന്താ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇൻകറക്റ്റ് ഏതായിരിക്കും? ഇനി ആകെ ഒരെണ്ണം കൂടിയുള്ളൂ, ബി ആണ്. Tl3+ എന്ന് പറയുന്നത് ഒരു നല്ല റെഡ്യൂസിങ് ഏജന്റ് ദാൻ Tl1+ ആണ്. അത് ട്രൂ ആണോ? Tl3+ന്റെ എന്താണ് വാല്യൂ നോക്കിക്കേ, പോസിറ്റീവ് ആയിട്ടുള്ള വാല്യൂ ആണ്. പോസിറ്റീവ് SRP വന്നു കഴിഞ്ഞാൽ അതൊരു നല്ല ഓക്സിഡൈസിങ് ഏജന്റ് ആണ്, റെഡ്യൂസിങ് ഏജന്റ് അല്ല. അപ്പൊ ഇവിടെ ഇതൊരു ഗുഡ് എന്താ ഓക്സിഡൈസിങ് ഏജന്റ് ആണ്, നോട്ട് എ റെഡ്യൂസിങ് ഏജന്റ്. അപ്പൊ കറക്റ്റ് ആൻസർ ഏതാ? നമ്മുടെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, Tl3+ എന്ന് പറയുന്നത് ഒരു ഗുഡ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു റിലേഷൻ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഒരു റിലേഷനൂടെ ഓർത്ത് വെക്കേണ്ടത്, ഇപ്പോൾ SRP വാല്യൂ ആണ് തന്നിരിക്കുന്നതെങ്കിൽ അതിൻ്റെ SOP കണ്ടുപിടിക്കാൻ നെഗറ്റീവ് എടുത്താൽ മതി. അതായത് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യലിന്റെ നെഗറ്റീവ് ആണ്. ഓക്കെ ഫൈൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ദ കറക്റ്റ് വാല്യൂ ഓഫ് സെൽ പൊട്ടൻഷ്യൽ ഇൻ വോൾട്ട് ഫോർ ദ റിയാക്ഷൻ ദാറ്റ് ഒക്കേഴ്സ് വെൻ ദ ഫോളോയിങ് 2 ഹാഫ് സെൽസ് ആർ കണക്റ്റഡ് ഈസ്. ഈ 2 ഹാഫ് സെല്ലൂടി കണക്ട് ചെയ്യുമ്പോൾ അവിടെയുള്ള സെൽ പൊട്ടൻഷ്യൽ എത്രയാണ്? E0 സെല്ലാണ് കണ്ടുപിടിക്കാനുള്ളത്. ഇക്വേഷൻ എന്താ? E0 സെൽ ഈസ് ഈക്വൽ ടു E0 കാഥോഡ് മൈനസ് E0 ആനോഡ്. ഇതിൽ ആരാ കാഥോഡ്, ആരാ ആനോഡ്? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇവിടെ SRP വാല്യൂസ് തന്നിട്ടുണ്ട്. ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവും ആണ്. പോസിറ്റീവായിട്ടുള്ള സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണെങ്കിൽ അത് പെട്ടെന്ന് എന്ത് നടക്കും? റിഡക്ഷൻ നടക്കും. അപ്പോൾ റിഡക്ഷൻ പെട്ടെന്ന് നടക്കുന്നത് ഏതിനാ? സെക്കൻഡ് റിയാക്ഷൻ ആണ്. അപ്പോൾ റിഡക്ഷൻ പെട്ടെന്ന് നടക്കുന്ന ഏതാണോ അതായിരിക്കും എന്ത്? അവിടത്തെ കാഥോഡ്. അപ്പോൾ നെഗറ്റീവ് വാല്യൂ ഉള്ളത് ആനോഡും പോസിറ്റീവ് വാല്യൂ വരുന്നത് കാഥോഡും ആണ്. ഇനി ചെയ്തൂടെ? സിമ്പിൾ അല്ലേ? E0 സെൽ എന്ന് പറയുന്നത് എത്ര വരും? E0 സെൽ ഈസ് ഈക്വൽ ടു E0 കാഥോഡ്. E0 കാഥോഡ് എത്രയാ? 1.33 മൈനസ് ഓഫ് -0.44, അതായത് 1.33 ചെയ്യണോ മിസ്? നിങ്ങൾക്കറിയാലോ, +0.44 വരും. 1.77 പോസിറ്റീവ് 1.77 വോൾട്ട് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താ? E0 സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എത്രയാണ്? ഈക്വൽ ടു E0 കാഥോഡ് മൈനസ് E0 ആനോഡ്. ഇക്വേഷൻ എളുപ്പമാണ്, പക്ഷെ ടാസ്ക് എന്ന് പറയുന്നത് കാഥോഡ് ഏതാ ആനോഡ് ഏതാ എന്ന് കണ്ടുപിടിക്കാൻ. അതിന് മിസ് നേരത്തെ ക്വസ്റ്റ്യന് പറഞ്ഞ് റിലേഷൻ അറിയാന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാടാ. കാര്യം സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ പോസിറ്റീവ് ആണെങ്കിൽ റിഡക്ഷൻ, നെഗറ്റീവ് ആണെങ്കിൽ ഓക്സിഡേഷൻ. പോസിറ്റീവ് ആണെങ്കിൽ റിഡക്ഷൻ, നെഗറ്റീവ് ആണെങ്കിൽ ഓക്സിഡേഷൻ. പഠിച്ചോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ അറ്റ് 25 ഡിഗ്രി സെൽഷ്യസ് ഫോർ ലിഥിയം, അതുപോലെ തന്നെ BaNa Mg ഒക്കെ തന്നിട്ടുണ്ട്. -3.03, -2.74, -2.71 ആൻഡ് -2.37 ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് ദ സ്ട്രോങ്ങസ്റ്റ് ഓക്സിഡൈസിങ് ഏജന്റ്? ഏതാണ്? റിലേഷൻ അറിയാമെങ്കിൽ ടപ്പേന്ന് ആൻസർ ചെയ്യാൻ പറ്റും. എന്താ റിലേഷൻ? SRP പോസിറ്റീവ് അല്ലെങ്കിൽ SRP കൂടുതൽ ആർക്കാണോ അവർക്ക് നന്നായിട്ട് റിഡക്ഷൻ നടക്കും. അവരായിരിക്കും സ്ട്രോങ്ങർ ആയിട്ടുള്ള ഓക്സിഡൈസിങ് അല്ലെങ്കിൽ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള
ഓക്സിഡൈസിങ് ഏജന്റ് ആണല്ലോ. അപ്പൊ നമുക്ക് ഇതിൽ കണ്ടുപിടിക്കേണ്ടത് ആർക്കാണ് കൂടുതൽ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്നാണ്. ഇതിൽ ആർക്കാണോ കൂടുതൽ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ളത് അവരാണ് സ്ട്രോങ് ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജന്റ്. ആർക്കാ ഇവിടെ നെഗറ്റീവ് വാല്യൂസ് ആയതുകൊണ്ട് മാറിപ്പോകരുത്. -3.03 കണ്ടിട്ട് അതാണ് ശരി എന്ന് പറഞ്ഞിട്ട് അതങ്ങനെ എഴുതി വെച്ചാൽ ഇവിടെ ഏതാ കറക്റ്റ് വരുന്നത്? നെഗറ്റീവ് സൈൻ വരുമ്പോൾ ഏറ്റവും ചെറിയ ആളാണ് ലാർജർ ആയിട്ടുള്ളത്. അതായത് ഇവിടെ -2.37 ആണ് ലാർജർ വാല്യൂ. അത് ആരുടെ വാല്യൂ ആണ്? Mg, മെഗ്നീഷ്യത്തിന്റെ ആണ്. അപ്പോൾ മെഗ്നീഷ്യം ആണ് ഇവിടുത്തെ സ്ട്രോങ് ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജന്റ്. Therefore the correct answer is Mg2+ ആണ് ആൻസർ. ഓപ്ഷൻ ഡി ഈസ് ആൻസർ. മനസ്സിലായോ? ക്ലിയർ ആണോ? ഈ ഒരു റിലേഷൻ ഒക്കെ നിങ്ങളൊന്ന് എഴുതി പഠിച്ച് ക്ലിയർ ആക്കണം. എങ്കിൽ ഈ ചാപ്റ്ററിൽ നിന്നുള്ള അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 8th ക്വസ്റ്റ്യൻ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഏതാ ശരി ഏതാ തെറ്റ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. 4 ഓപ്ഷനും തന്നിട്ടുണ്ട്. ഓക്കെ, 2023 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. അസേർഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, എല്ലാവരും പറയണേ ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന്. In equation delta G is equal to -NF E cell, value of delta G depends on N. delta Gയുടെ ഈ വാല്യൂ എന്ന് പറയുന്നത് Nനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. N മാറുന്നതിനനുസരിച്ച് വാല്യൂ മാറുന്നു. ശരിയാണോ തെറ്റാണോ? ശരിയാണല്ലേ? ആ ഇക്വേഷനിൽ N×F×E എന്നാണ് വരുന്നത് ഡെൽറ്റ G0. അപ്പോൾ എന്താണ് ഗിബ്സ് ഫ്രീ എനർജി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതൊരു ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ജസ്റ്റ് ഇക്വേഷൻ നോക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവുന്ന കാര്യം. ഓക്കെ, റീസൺ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ സെൽ എന്ന് പറയുന്നത് ഒരു ഇന്റൻസീവ് പ്രോപ്പർട്ടി. എന്താ ഇന്റൻസീവ് പ്രോപ്പർട്ടി? എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യാത്തത്. ഇൻഡിപെൻഡന്റ്. എങ്ങനെ ഓർത്തിരിക്കാന്ന് പറയട്ടെ. ഇന്റൻസീവ് IN-ലല്ലേ തുടങ്ങുന്നത്, അത് ഇൻഡിപെൻഡന്റ് ആണ്. അതും IN-ലാ തുടങ്ങുന്നത്. ഇന്റൻസീവ് ഇൻഡിപെൻഡന്റ്. ഇന്റൻസീവ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഈ സെൽ എന്ന് പറയുന്നത് ഒരു ഇന്റൻസീവ് പ്രോപ്പർട്ടിയും അതേസമയം ഡെൽറ്റ G എന്ന് പറയുന്നത് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയും ആണ്. ഇൻ ദ ലൈറ്റ് ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെന്റ് ചൂസ് എ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. അപ്പോൾ ഇത് ട്രൂ ആണോ? ഈ സെൽ എന്ന് പറയുന്നത് ഇന്റൻസീവ് ആണോ? ഇന്റൻസീവ് ആണ്. അപ്പോൾ അതും ട്രൂ ആയിട്ടുള്ള ഒരു റീസൺ ആണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മൾ ആദ്യം പറഞ്ഞിരിക്കുന്ന അസേർഷന്റെ എന്തുകൊണ്ടാണ് ഡെൽറ്റ G N-നെ എന്താണ് ഡിപ്പെൻഡ് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു റീസൺ ആണ് ഇവിടെ പറയുന്നത് അല്ല. പക്ഷെ നമ്മൾ സെപ്പറേറ്റ് നോക്കിക്കഴിഞ്ഞാൽ അസേർഷനും ട്രൂ ആണ്, റീസണും ട്രൂ ആണ്. അപ്പോൾ ഇവിടെ ഏതാ ആൻസർ വരിക? ബോത്ത് ഓപ്ഷൻ A and R ആർ ട്രൂ. രണ്ടും ശരിയാണ്. പക്ഷേ റീസൺ അസേർഷന്റെ കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ അല്ല. ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, മറന്നു പോകരുതേ. ഈ സെൽ എന്ന് പറയുന്നത് ഇന്റൻസീവ് പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഇന്റൻസീവ് പ്രോപ്പർട്ടീന് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഡിറക്റ്റ് അഡിഷൻ ഒന്നും പോസിബിൾ അല്ല. ഇന്റൻസീവ് പ്രോപ്പർട്ടി ഇപ്പോൾ 2 ഈ സെല്ല് തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ആഡ് ചെയ്യാൻ പറ്റില്ല. ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഡയറക്റ്റ് ആയിട്ടുള്ള അഡിഷൻ ഒന്നും ചെയ്യാൻ പാടില്ല. അതേസമയം എക്സ്റ്റെൻസീവ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിൽ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ഒരു 2-3 റിയാക്ഷൻ തന്നിരിക്കും. അതിൻ്റെ ഈ സെല്ല് തന്നേക്കാം. എന്നിട്ട് മറ്റൊരു റിയാക്ഷൻ അതിൻ്റെ ഈ സെല്ല് നിങ്ങൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഡിറക്റ്റ് നിങ്ങൾ വിചാരിക്കും ഈ ആദ്യം തന്നിരിക്കുന്ന 3 ഇക്വേഷനെ ഒന്നെടുത്ത് ആഡ് സബ്ട്രാക്ട് ചെയ്ത് അഡിഷനൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏതിൻ്റെയാണോ കണ്ടുപിടിക്കേണ്ടത് ആ ഇക്വേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതേ രീതിയിൽ തന്നെ ഈ സെല്ല് ആഡ് ചെയ്ത് ആൻസർ കിട്ടുമെന്ന് വിചാരിക്കും. പക്ഷേ തെറ്റായിരിക്കും. കാര്യം ഈ സെല്ല് ആഡ് ചെയ്യാൻ പറ്റില്ല. അതൊരു ഇന്റൻസീവ് പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ഓർത്ത് വെച്ചിരുന്നാൽ മതി. ആ മോഡൽ ക്വസ്റ്റ്യൻസ് ഇന്നിപ്പോൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അടുത്ത പാർട്ടിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവേ. ഓക്കെ, എന്താ 9th ക്വസ്റ്റ്യൻ, സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ കുറച്ച് കൺസെപ്റ്റ് പഠിച്ചു. ഫാരഡേസിന്റെ ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് പഠിച്ചു, സെൽ റെപ്രസെൻറ്റേഷൻ പഠിച്ചു. സെൽ റെപ്രസെൻറ്റേഷൻ തന്നിരുന്നാൽ എങ്ങനെയാ സെൽ റിയാക്ഷൻ എഴുതുക എന്ന് പറഞ്ഞു. പിന്നെന്താ നമ്മുടെ ഡെൽറ്റ G0 അല്ലേ, സ്റ്റാൻഡേർഡ് ഗിബ്സ് ഫ്രീ എനർജി, ആ ഇക്വേഷൻ പഠിച്ചു. സെൽ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ പഠിച്ചു. പിന്നെ ആ ഒരു റിലേഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് പഠിച്ചു. അപ്പോൾ ഇന്ന് ഇത്ര കാര്യങ്ങളൊക്കെയാണ് പഠിച്ചത്. വളരെ കുറച്ചേ ഉള്ളൂ. ഇത് ഇന്ന് തന്നെ നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പമായിരിക്കും. പിന്നെ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നത് വഴി ഇത് നിങ്ങൾക്ക് തരുവാം. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, മോളാർ കണ്ടക്റ്റൻസ് ഓഫ് NaCl. മോളാർ കണ്ടക്റ്റൻസ് ഏതിലാണ് നമ്മൾ പറയുന്നത്? മോളാർ കണ്ടക്റ്റൻസ് കോളറാഷ്യസ് ലോ ആണ് പറയുന്നത്. ഓക്കെ, എന്താ കോളറാഷ്യസ് ലോ പറയുന്നത്? കോളറാഷ്യസ് ലോ പറയുന്നത് മോളാർ കണ്ടക്റ്റൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതെന്തിന് ഈക്വൽ ആണ്? നമ്മൾ അതിൽ ഉണ്ടാവുന്ന അയോൺസിന്റെ എല്ലാം കൂടി മോളാർ കണ്ടക്റ്റൻസിന്റെ സം എടുക്കുന്നതിന്, ഇൻഡിവിജ്വൽ അയോൺസിന്റെ മോളാർ കണ്ടക്റ്റൻസ് സമ്മിന് ഈക്വൽ ആണ് എന്നാണ് കോളറാഷ്യസ് ലോ പറയുന്നതാണല്ലോ. അപ്പോൾ NaClന്റെ HClന്റെ CH3CONയുടെ
എന്ത് തന്നിട്ടുണ്ട്? മോളാർ കണ്ടക്റ്റൻസ് തന്നിട്ടുണ്ട്. Δ0m തന്നിട്ടുണ്ട്. നമുക്ക് എന്തിന്റെ കണ്ടുപിടിക്കണം? CH3COOHന്റെ കണ്ടുപിടിക്കണം. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള മോളാർ കണ്ടക്റ്റൻസ്? അപ്പോൾ ഇത് 2021 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഏതൊക്കെ അയോൺസ് ആണ് ഉണ്ടാവുന്നതെന്നൊന്ന് നോക്കാം. NaCl എടുത്തു കഴിഞ്ഞാൽ NaCl എന്തൊക്കെയായിട്ടാണ് മാറുന്നത്? Na+ഉം Cl-. ഓക്കെ, ഇത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് ഞാൻ എടുത്തു. ഇതിന്റെ മോളാർ കണ്ടക്റ്റൻസ് 2126.Δ0m45 ആണ്. ഓഫ് NaCl ആണ് ഇത്. അടുത്തത് HCl ആണെങ്കിൽ എന്തൊക്കെയായിട്ടാണ് മാറുന്നത്? H+ഉം Cl- ആയിട്ട് മാറുന്നത്. ഇത് ഇക്വേഷൻ 2. അതിൻ്റെ 426.16 ആണ്. ഈ പോയിന്റ് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അവിടെ പോയിന്റ് ഉണ്ട്, മിസ് ഇടുന്നുണ്ട്. അടുത്തത് CH3COONA. അതെന്തായിട്ട് മാറും? CH3COO- അതുപോലെ തന്നെ Na+ ആയിട്ട് മാറും. മൂന്നാമത്തെ ഇക്വേഷൻ ആയിട്ട് എടുക്കാം. അതിൻ്റെ 91 ആണ് അവിടുത്തെ മോളാർ കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത്. ആണല്ലോ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെ CH3COOHനെ കണ്ടുപിടിക്കാം? CH3COOHലുള്ള അയോൺസ് എന്ന് പറയുന്നത് ഏതൊക്കെയാ? CH3COO- അതുപോലെ തന്നെ H+ ആണ്. നമുക്ക് ആരെയൊക്കെ മതിയടാ ഇവിടെ? CH3COO-. ദേ ഈ ഇക്വേഷനിലുള്ള CH3COO- അതുപോലെ തന്നെ ഈ H+ മാത്രം മതി. അപ്പോൾ ഇവരെ മാത്രം നിർത്തിക്കൊണ്ട് ഈ 3 ഇക്വേഷൻ എങ്ങനെയെല്ലാം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യണം? ഇവരെ മാത്രം നമുക്ക് കിട്ടണം, ബാക്കി എല്ലാവരും ക്യാൻസൽ ചെയ്ത് പോവുകയും വേണം. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്കിവിടെ 2ഉം 3ഉം കൂടി ആഡ് ചെയ്തതിന് ശേഷം 2ഉം 3ഉം കൂടി ആഡ് ചെയ്തിട്ട് 1 അതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്താലോ? കാര്യം 2ഉം 3ഉം ആഡ് ചെയ്യുമ്പോൾ നമുക്കിവിടെ CH3COO-, Na+ഉം H+ഉം Cl- എല്ലാവരും ഒന്നിച്ചുണ്ട്. അതിൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ എന്ത് ചെയ്യും? Na+ഉം Na+ഉം ക്യാൻസൽ ചെയ്തു പോവും, Cl- ഉം Cl- ക്യാൻസൽ ചെയ്തു പോവും. നമ്മൾ ഈ ബോക്സിനകത്തിട്ട് വരച്ചേക്കുന്ന ആൾക്കാർ മാത്രമാകും, അതായത് CH3COO- H+ മാത്രം. അപ്പോൾ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? മോളാർ കണ്ടക്റ്റൻസും ചെയ്താൽ മതി. അതായത് 2+3 ഇതിൻ്റെ മോളാർ കണ്ടക്റ്റൻസും ഇതിൻ്റെ മോളാർ കണ്ടക്റ്റൻസും കൂടി നമ്മൾ ആഡ് ചെയ്യണം. ആ വാല്യൂവിൽ നിന്ന് 126.45 NaClന്റെ മോളാർ കണ്ടക്റ്റൻസ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. അപ്പം മിസ് ഒന്ന് എഴുതി കാണിച്ചു തരാം അതെങ്ങനെയാന്ന്. ഹിയർ Δ0m നമുക്ക് കണ്ടുപിടിക്കേണ്ടത് CH3COOHന്റെ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു Δ0m ഓഫ് ഏതിൻ്റെയൊക്കെ? HClൻ്റെയും Δ0m ഓഫ് ഏതിൻ്റെ? ആ CH3CONനെയും കൂടി കണ്ടുപിടിച്ചതിന് ശേഷം മൈനസ് Δ0m ഓഫ് NaCl. ഇത് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? CH3 അസറ്റിക് ആസിഡിന്റെ മോളാർ കണ്ടക്റ്റൻസ് അറ്റ് ഇക്വലന്റ് ഇൻഫൈനൈറ്റ് ഡൈല്യൂഷൻ കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു 426 പ്ലസ് 426.16 പ്ലസ് എത്ര ചെയ്യണം? 91 ചെയ്യണം. ആ കിട്ടുന്നതിൽ നിന്ന് നമ്മൾ ഈ ഒരു വാല്യൂ കുറയ്ക്കണം. ഏത് വാല്യൂ? 126.45. എത്ര വരും ആൻസർ? ആൻസർ എന്ന് പറയുന്നത് 390.71 cm² mol raised to -1 Siemens cm² mol raised to -1 എന്ന് വരും. ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ കോളറാഷ്യസ് ലോയുടെ ആപ്ലിക്കേഷൻ ആണ് വരുന്നത്. ഓക്കെ, കോളറാഷ്യസ് ലോ പറയുന്നത് നമ്മളൊരു സബ്സ്റ്റൻസിന്റെ മോളാർ കണ്ടക്റ്റൻസ് അറ്റ് ഇൻഫൈനൈറ്റ് ഡൈലൂഷൻ എന്ന് പറയുന്നത് അത് എത്ര അയോൺസ് ആണ് ഫോം ചെയ്യുന്നത്, ആ അയോൺസിന്റെ എല്ലാം കൂടി ആ ഇൻഡിവിജ്വൽ അയോൺസിന്റെ മോളാർ കണ്ടക്റ്റൻസ് അതിന്റെ സം എടുക്കുമ്പോഴായിരിക്കും നമുക്ക് കിട്ടുക. ഇതാണ് കോളറാഷ്യസ് ലോ പറയുന്നത്. അപ്പോൾ നമുക്ക് CH3COOHന്റെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ തന്നിരിക്കുന്നതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഡെഡ്യൂസ് ചെയ്തെടുക്കണം. എന്നിട്ട് അതേ രീതിയിൽ തന്നെ ആ മോളാർ കണ്ടക്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഓക്കെ, ആൻസർ കിട്ടും. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, എന്താ ലാസ്റ്റ് ക്വസ്റ്റ്യൻ? ഈ 2022 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 2 ഹാഫ് സെൽ റിയാക്ഷൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ E0 വാല്യൂസും തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് EMF കണ്ടുപിടിക്കാൻ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചത്, പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് മിസ് ഇൻക്ലൂഡ് ചെയ്തത്. എന്താ E0 സെൽ എന്ന് പറയുന്നത്? E0 കാഥോഡ് മൈനസ് E0 ആനോഡ്. എന്താ കാഥോഡ് ഏതാ ആനോഡ് ഏതാന്ന് പറയും. ഇവിടെ നോക്കിക്കേ, ഈ തന്നിരിക്കുന്നത്
CO2+3+ ആകുന്നു, ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുന്നു. ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓക്സിഡേഷൻ അല്ലേ? അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണോ? അല്ല, ഈ തന്നിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ആണ്. ഇവിടെയും നോക്കിക്കേ, AL 0യിൽ നിന്ന് 3+ ആവുന്നു, ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുന്നു, അത് ഓക്സിഡേഷനാ. E0 ഓഫ് ഓക്സിഡേഷനാണ് തന്നിരിക്കുന്നത്, സ്റ്റാൻഡേർഡ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ആണ് രണ്ട് കേസിലും തന്നിരിക്കുന്നത്. നമുക്കറിയാം E0 കാഥോഡ് മൈനസ് E0 ആനോഡ് എന്ന് പറയുന്നത് SRP വാല്യൂസ്, സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സബ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്നത് ഇത് ചെക്ക് ചെയ്തിട്ടേ നിങ്ങൾ ചെയ്യാവുള്ളൂ. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യലിനെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആക്കണം. എങ്ങനെയാക്കും? സൈൻ മാറ്റിയാൽ മതി. ഇതേ ആയി. എങ്ങനെയാവും? പോസിറ്റീവ് 1.81 ആവും, പോസിറ്റീവ് 1.81ഉം നെഗറ്റീവ് 1.66 ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ നമുക്ക് SRP വാല്യൂ കിട്ടി. ഈ SRP വാല്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ E0 സെൽ എന്ന് പറയുന്നത് എത്രയാ? E0 കാഥോഡ്. ഇതിലേതാ കാഥോഡ്? കാഥോഡ് എന്ന് പറയുമ്പോൾ റിഡക്ഷൻ നടക്കുന്നത്, പെട്ടെന്ന് റിഡക്ഷൻ നടക്കുന്നത് ഏതിലാ? കൂടുതൽ SRP വാല്യൂ ഉള്ളതിന്. 1.81 മൈനസ് ഓഫ് 1.66, അതായത് 1.81 പ്ലസ് 1.66 എന്ന് വരും. ആൻസർ എന്ന് പറയുന്നത് പോസിറ്റീവ് 3.47 വോൾട്ട് ആണ് ആൻസർ വരും. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ SRP ആണോ SOP ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യണം. അത് കൂടാണ്ട് തന്നെ ഏതാ കാഥോഡ് ഏതാ ആനോഡ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്ക് അയ്യോ ഭീകരമായിട്ട് തോന്നും, കുറേ റിയാക്ഷനും E0 ഒക്കെ തന്നിരിക്കുന്നു. പക്ഷേ സിമ്പിളാണ്. കാര്യം അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിന്ന് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 10 ക്വസ്റ്റ്യൻ മിസ് ഡിസ്കസ് ചെയ്തത് വഴി 10 ഡിഫറെൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഇന്ന് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, 10 ക്വസ്റ്റ്യൻ അല്ലേ ഉള്ളൂ. ഓക്കെ ആണോ? അപ്പോൾ ഇതുപോലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ മോസ്റ്റ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസും ഒക്കെ ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയും കൂടുതൽ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ വിസ്കൂൾ ഒരു 30 days ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള പ്രാക്ടീസ് വഴി, ഇനി നമുക്ക് വേണ്ടുന്നത് പ്രാക്ടീസാണ് നീറ്റ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ മോർ ആൻഡ് മോർ പ്രാക്ടീസ് വഴി നമുക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ഡെയിലി ഈ 30 days ക്രാഷ് കോഴ്സിൽ ഡെയിലി മോക്ക് എക്സാംസ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വിസ്കൂളിനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിരിക്കും. അപ്പോൾ മിസ്സിൻ്റെ ക്ലാസ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇലക്ട്രോ കെമിസ്ട്രിയുടെ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ടേക്ക് കെയർ, ബൈ.